നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന പെൺകുട്ടി മമത എൻ എം. മമത എൻ എം. വിശാഖം നക്ഷത്രം. അരദോഷം കാട്ടിയിട്ടുണ്ട് ജാതകത്തിൽ. ഞാൻ പ്രത്യേകം പറയാം, അരദോഷം കാട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഓരോരോ പണിക്കരെ അല്ലെങ്കിൽ ജ്യോത്സ്യരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പം നന്നായിട്ട് ജ്യോതിഷം പറയുന്ന ഒരാളെ കാട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം പറയും ഒരു ദോഷമായിരിക്കുന്നു, വേറൊരാളെ കാട്ടിയാൽ 1.5 ദോഷമായിരിക്കുമെന്ന് പറയും, ചിലർ പറയും ശുദ്ധജാതകമാണെന്ന് പറയും. അപ്പോൾ ഈ ഒരു ദോഷം ഇത് തന്നെയാണ് ഫൈനൽ എന്ന് വിചാരിച്ചിട്ട് നോക്കാതിരിക്കരുത്. അപ്പോൾ ആ കുട്ടിയുടെ വയസ്സ്, മമതയുടെ വയസ്സ് വന്നിട്ട് 29 വയസ്സ്. അസിസ്റ്റന്റ് പ്രൊഫസർ അറ്റ് JDU ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ആയിരുന്നു. NIFT എന്ന പാസ് ഔട്ട്, ചെന്നൈയിൽ നിന്നാണ് പാസ് ഔട്ട് ആയിരിക്കുന്നത്. അപ്പോൾ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മാസ്റ്റർ ഇൻ ഫാഷൻ മാനേജ്മെൻറ്റിലാണ്. മാസ്റ്റേഴ്സ് ചെയ്തിരിക്കുന്നത് ഫാഷൻ മാനേജ്മെൻറ്റിലാണ്, NIFT ചെന്നൈ. ഇപ്പം ആ കുട്ടി ഫ്രീലാൻസ് ആയിട്ടാണ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അച്ഛൻ DGM ആയിരുന്നു ഒരു MNCയിൽ, ഫിൻലാൻഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു MNCയിൽ DGM ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അമ്മ വനജ മോഹൻദാസ്, അവർ മരണപ്പെട്ടു. മലപ്പുറം ആണ് അവരുടെ തറവാട്. ഒരു സിസ്റ്ററുണ്ട്, ഡോക്ടർ മഞ്ജുള മേനോൻ. അവർ മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ്, തൃശ്ശൂരിലാണ്. ഇവരിപ്പോൾ താമസിക്കുന്നത് മാംഗ്ലൂരാണ് താമസിക്കുന്നത്. ഹൈറ്റ് വന്നിട്ട് 160 സെൻറ്റിമീറ്റർ. മാംഗ്ലൂരാണ് ഞാൻ പറഞ്ഞത്, ബാംഗ്ലൂർ അല്ല, മാംഗ്ലൂരാണ്. ഫാമിലി സ്റ്റാറ്റസ് വന്നിട്ട് അപ്പർ മിഡിൽ ക്ലാസ് ആണ്. അച്ഛൻ വന്നിട്ട് ഗുരുവായൂരാണ് നാട് അച്ഛൻ്റെ. അമ്മ വന്നിട്ട് മലപ്പുറമാണ്. അപ്പോൾ ഇത്രയാണ് ഈ കുട്ടിയുടെ ഒരു പ്രൊഫൈൽ ഡീറ്റെയിൽ എന്താണെന്ന് ചോദിച്ചാൽ പറയാനുള്ളത്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം. മമത NM, വിശാഖ നക്ഷത്രം, അരദോഷം കാട്ടിയിട്ടുണ്ട്, 29 വയസ്സ്. NIFT ചെന്നൈ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ചെന്നൈയിൽ നിന്നാണ് മാസ്റ്റേഴ്സ് ചെയ്തിരിക്കുന്നത്. ഗോവയിൽ ഒരു ഫാഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, JD ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഫ്രീലാൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. അച്ഛൻ DGM ആയിരുന്നു ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ, ഫിൻലാൻഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ DGM ആയിരുന്നു. അമ്മ വനജ മോഹൻദാസ് മരണപ്പെട്ടിരിക്കുന്നു. അമ്മയുടെ നാട് മലപ്പുറം, അച്ഛൻ്റെ നാട് വന്നിട്ട് ഗുരുവായൂർ. ഇപ്പോൾ താമസിക്കുന്നത് മാംഗ്ലൂരാണ് അവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. രണ്ടുപേരുടെയും തറവാട് മലപ്പുറത്തായാലും ഗുരുവായൂരായാലും രണ്ടുപേരുടെയും ഒരു തറവാട്ടുകാരാണ്. ഈ അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ധാരാളം നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. എന്തുകൊണ്ടും ഒരു നല്ല ഫാമിലി ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഏതെങ്കിലും കുട്ടികൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ആൺകുട്ടികൾക്ക് ഇത് യോജിച്ചതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ ഇദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യണം. ഞാൻ ആ കുട്ടിയുടെ ഫോട്ടോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, വീഡിയോയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെങ്കിലും ഈ കുട്ടിയായിട്ട് ബന്ധപ്പെടണം, അല്ലെങ്കിൽ നമ്മളുടെ അവരുടെ കുട്ടിയുടെ പാരൻസുമായിട്ട് ടെലിഫോണിക് ഇത് ചെയ്യണം, ഫോൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയലിൽ രജിസ്റ്റർ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. രജിസ്റ്റർ ചെയ്തവർ റിന്യൂവലൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് എനിക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ആ അച്ഛൻ്റെ നമ്പർ ഞാൻ തരുന്നതായിരിക്കും.
ഒരിക്കൽ കൂടെ എല്ലാ വീഡിയോകളിലും പറയുന്ന ഒരേ കാര്യം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. ഒരു മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് മാത്രം വിവാഹം നടന്നോളണം എന്നില്ല. അത് ഏത് മാട്രിമോണിയൽ ആയിക്കോട്ടെ, ഏത് ബ്രോക്കറോ ആയിക്കോട്ടെ. കൃത്യമായിട്ട് പാരൻസിനും കുട്ടികൾക്കും ഒക്കെ ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാകാം. പക്ഷേ പലപ്പോഴും എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ ഭാഗത്തു നിന്ന്, പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് അറിഞ്ഞോ അറിയാതെയോ പല വാക്കുകൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വാക്കുകൾ അറിയാതെ പോലും ചിലപ്പോൾ പറഞ്ഞു പോയി എന്ന് വരും. അത് ചിലപ്പോൾ കേൾക്കുന്ന ആൾക്ക് ഇഷ്ടപ്പെട്ടോളം എന്നില്ല. അപ്പോൾ കഴിയുന്നതും ആദ്യം വാട്സപ്പ് മെസ്സേജിൽ കൂടെ കൂടുതൽ പരിചയപ്പെടാൻ ശ്രമിക്കുക രക്ഷിതാക്കൾ തമ്മിൽ. ഇതെല്ലാം ഓക്കെയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഹോറോസ്കോപ്പ് വാങ്ങിക്കുക. ഹോറോസ്കോപ്പ് വാങ്ങിച്ചിട്ട് തീർച്ചയായിട്ടും വെരിഫൈ ചെയ്യാം. ഒരേ ജ്യോത്സ്യനെ കൊണ്ട് മാത്രം നോക്കിപ്പിക്കാതെ വ്യത്യസ്ത ജ്യോത്സ്യന്മാരെ കൊണ്ട് നോക്കി കാര്യങ്ങൾ നന്നായി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ജ്യോതിഷത്തിൽ റിസർച്ച് നടത്തലല്ല നമ്മളുടെ ആവശ്യം. നമ്മുടെ ആവശ്യം വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണം എന്നുള്ളതാണ്. ആയതിനാൽ രക്ഷിതാക്കൾ ചെയ്യേണ്ടത് ആദ്യം കുട്ടികളുമായിട്ട്, ആർക്കാണോ വിവാഹം നോക്കുന്നത് എങ്കിൽ ആ കുട്ടികളുമായി നന്നായി സംസാരിക്കാൻ ശ്രമിക്കുക. നന്നായി സംസാരിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചോദിക്കാം, എന്താ ഇപ്പം ഞങ്ങളുടെ മക്കളെ പറ്റി ഞങ്ങൾ സംസാരിക്കാറുണ്ടല്ലോ. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ നന്നായി സംസാരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ് ആ കുട്ടിയുടെ റിക്വയർമെൻറ്റ്. അപ്പോൾ ആ കുട്ടിക്ക് ഹൈറ്റ് 5'10" ഹൈറ്റ് ഉണ്ടെങ്കിൽ, പെൺകുട്ടി 5'10" ആണെങ്കിൽ അവർക്ക് എത്ര ഹൈറ്റ്, 6 വേണോ, 6 മീതെ വേണോ, ഇങ്ങനെയൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി വെക്കുക. ചിലർക്ക് ഹൈറ്റ് കുറഞ്ഞാലും പ്രശ്നം ഉണ്ടായത് വരില്ല. അപ്പോൾ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഹൈറ്റ്, വെയിറ്റ്, ജോബ്, എഡ്യൂക്കേഷൻ, പഠിപ്പും കൂടെ നോക്കണം. അതായത് നമ്മുടെ മകൾ അല്ലെങ്കിൽ നമ്മളുടെ മകന് ഒരു ഈക്വലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിലും കൂടുതലായിട്ടുള്ള എഡ്യൂക്കേഷനൊക്കെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. മൂന്നാമത്തെ കാര്യം, കുടുംബ പാരമ്പര്യം. കുടുംബം ഒക്കെ നല്ല കുടുംബമാണ്, അച്ഛൻ, അമ്മ, അവരുടെയൊക്കെ എല്ലാ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ജാതകമൊക്കെ ഒന്ന് ഭംഗിയായിട്ടൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വിവാഹമൊക്കെ വളരെ എളുപ്പമായിട്ട് നടക്കുന്ന കാഴ്ചയാണ് ഞാൻ പലപ്പോഴും കാണുന്നത്. നമ്മൾ അനാവശ്യമായിട്ടുള്ള ടെൻഷനും അനാവശ്യമായി പണിക്കാരുടെ അടുത്തൊക്കെ പോയി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ച്, ഇപ്പോൾ രക്ഷിതാക്കളാണ് കൂടുതലും, ഒരു ജ്യോതിഷത്തിനെക്കാട്ടിലും കൂടുതലുള്ള പാണ്ഡിത്യം രക്ഷിതാക്കൾക്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ജ്യോതിഷത്തിൻ്റെ കാര്യത്തിൽ ഇത്രമാത്രം പാണ്ഡിത്യത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം വിവരം വേണം, നമുക്ക് നോക്കണം. നമ്മളായിട്ടൊന്നും പറയണ്ട, ഇത്ര ദോഷമുണ്ട്, അത്ര ദോഷമുണ്ട്, ശുദ്ധജാതകമാണ്, 7 ചൊവ്വയാണ്, 8 ബുധനാണ്, ഈ വക കാര്യങ്ങളൊന്നും നമ്മൾ പറയാൻ പോകണ്ട. കാരണം നമ്മളിത് പഠിച്ചിട്ടില്ല. പഠിക്കാത്ത കാര്യത്തിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കാൻ, വളരെ കുറഞ്ഞ ഇതായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. വളരെ ഭംഗിയായിട്ട് തന്നെ സംസാരിച്ച് വാട്സപ്പ് ചാറ്റ് കൂടെയൊക്കെ നന്നായി സംസാരിച്ച് എല്ലാം കഴിഞ്ഞ് രക്ഷിതാക്കളൊക്കെ ഓക്കെ, കുട്ടികളൊക്കെ, എവറിത്തിങ് ഓക്കെ ആയി കഴിഞ്ഞാൽ കുട്ടികൾ തീർച്ചയായിട്ടും പുറത്ത് വെച്ച് കാണണം. നോക്കാം, പ്രൊസീഡ് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ കുട്ടികൾ പുറത്ത് വെച്ച് മസ്റ്റായിട്ട് കാണണം. ഇന്നത്തെ കാലഘട്ടമായതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. കാര്യം ചിലപ്പോൾ ഈ കുട്ടികൾക്ക്, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, ചിലപ്പോൾ അവർക്ക് വേറെ വല്ല അഫയറൊക്കെ ഉണ്ടാവാം. അത് ചിലപ്പോൾ വീട്ടിൽ വെച്ച് പറയാൻ അവർക്കൊരു മടിയുണ്ടാവും. പുറത്താവുമ്പോൾ വളരെ എളുപ്പമായിട്ട് ഈ കാര്യങ്ങളൊക്കെ അവർ പറയും. നീ വേറെ നോക്കിക്കോട്ടോ, എനിക്ക് വേറെ ഒരു ഇതുണ്ട്, എനിക്കത് വീട്ടിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, എനിക്ക് വേണ്ടി നോക്കണ്ട എന്ന് കൃത്യമായിട്ട് പറയുന്ന അനവധി കുട്ടികളെ എനിക്കറിയാം. അച്ഛനമ്മമാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് വീട്ടിൽ വെച്ച് കാണുന്നത് എങ്കിൽ ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ് സുഹൃത്തുക്കളെ,
ഡിവോഴ്സ് കേസുകൾ വേണ്ടത്ര എൻ്റെ കയ്യിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നിസാര കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളാണ് കൂടുതലും. അത് കഴിയുന്നതും നിങ്ങൾ നേരത്തെയൊക്കെ സംസാരിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒഴിവാവാം. വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. ഒരു ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ശിഷ്ടകാലം കഴിയാം. മറ്റേത് കല്യാണം കഴിച്ചു വെച്ചാൽ കഴിപ്പിച്ചു, പക്ഷെ പിന്നെ വീട്ടുകാരാണ്, എന്നെപ്പോലുള്ള ആൾക്കാർ വന്നിട്ട് അവിടെ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ നന്നായി കിട്ടോ പറയും. പിന്നെ അനുഭവിക്കേണ്ടതൊക്കെ നിങ്ങളാണ്. ഇതൊന്നും നമ്മളറിയില്ല. അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ എവിടെ കുറവാകുന്നു അവിടെയാണ് ഈ പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ കാര്യവും നന്നായിട്ട് സംസാരിക്കണം, തുറന്ന് സംസാരിക്കണം. ഉള്ളിലൊന്ന് വെച്ച് വേറൊന്ന് പറയരുത്. നിങ്ങൾക്ക് പറ്റാവുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുക്കുക. അനാവശ്യമായി കുറേ ലോണുകളൊക്കെ എടുത്തിട്ട് കല്യാണം നടത്തി നിങ്ങൾ വീണ്ടും വലിയൊരു കടബാധ്യതയായിട്ട് മാറി ശിഷ്ടകാലം ഒരു ബുദ്ധിമുട്ടിലായി പോകരുത്. ആരെങ്കിലും സ്വർണം, പൈസ, വാഹനം ഇങ്ങനെയൊക്കെ കുറേ ആവശ്യപ്പെടുന്ന ആൾക്കാരോട് നേരത്തെ പറയുക, വെരി സോറി, ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളത്. കാരണം അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അവർ ആ പൈസയും ആഭരണങ്ങളൊക്കെ നോക്കിയിട്ടാണ് നിങ്ങളടുത്ത് വർത്തമാനത്തിന് വരുന്നത്. നന്നായിട്ട് സംസാരിക്കുക. എഡ്യൂക്കേഷൻ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം വളരെ നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. വല്ല അസുഖങ്ങൾക്കുള്ള മെഡിസിൻ കഴിക്കുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ഏതെങ്കിലും തരത്തിൽ അസുഖങ്ങളുണ്ടെങ്കിൽ അതിനെ ഞാൻ ഒരു നെഗറ്റീവായിട്ടല്ല പറയുന്നത്, പക്ഷെ മനസ്സിലാക്കിയിരിക്കണം. ഇന്ന അസുഖത്തിന് ആ കുട്ടി മെഡിസിൻ കഴിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കല്യാണത്തിൻ്റെ മുന്നേ തന്നെ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതേപോലെ അമിതമായ ലോണുകൾ, ബാങ്കിങ് ലോൺസ്, മാസം EMI എത്രയൊക്കെ ഉണ്ട് എന്നൊക്കെ ഒന്ന് അറിയുന്ന വേണം. ഇന്നത്തെ കാലം കൊണ്ട് പറയുകയാണ്. കാരണം എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉത്തരവാദിത്വം അടുത്ത ആൾ എടുക്കേണ്ടി വരും. എടുക്കേണ്ട ആളുടെ ആക്ഷൻസിൽ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കുക. നന്നായിട്ട് സംസാരിക്കുക. വീണ്ടും പറയണോ, നന്നായിട്ട് സംസാരിക്കുക. ജാതകത്തിന് അടിമയാവരുത്. 2 or 3 പണിക്കന്മാരെ കൊണ്ട് നോക്കിപ്പിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം, അതായത് ഏതെങ്കിലും ഒരാൾ ഓക്കെ പറഞ്ഞാൽ അത് വെച്ച് മുന്നോട്ട് പോവുക. അതിൽ റിസർച്ച് നടത്താൻ പോകരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.